ആന്റണി ഓണക്കല്ലേ നമുക്ക് സഹദേവനെ ഒന്ന് പോയി കണ്ടാലോ. അവന് എത്ര ദിവസമായി കിടക്കുന്നു? ഓന്റെ കാര്യം വലിയ കഷ്ടം കേട്ടോ. ഓന്റെ കാര്യമില്ലെന്നേ, വയ്യാതെ കാലായി. എന്തൊക്കെണ്ടാ എന്റെ വിശേഷങ്ങൾ? സഹദേവാ എന്നടാ പോവേ? വേണ്ട അവിടെ ഇരുന്നോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. നീ മൈലാഞ്ചിക്കൊമ്പൊന്നും വിട്ടിട്ടില്ലല്ലേ? തിരുവോണമായിട്ട് സഹദേവ ഞങ്ങൾ അന്നെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതാ. കുറെ കാലമായി കണ്ടിട്ട്. ഇവിടുന്ന് എത്ര ഓണം ഉണ്ടതാ ഞങ്ങൾ. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ എവിടെ ഇതിനൊക്കെ സമയം. അല്ല സഹദേവ, അപ്പു അമ്മ ഇപ്പൊ വിളിക്കല്ലേ? അവരുടെ വിശേഷങ്ങളൊക്കെ എന്നാ? എനിക്കറിയില്ല ആന്റണി അവരുടെയൊക്കെ അവസ്ഥ. വല്ലപ്പോഴൊക്കെ വിളിച്ചായി. ആന്റണി അത് കൊടുത്തവൻ. സഹദേവ, എൻ്റെ പുസ്തകത്തിലുള്ള ആ ഓണക്കാലം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാനും ഇജ്ജും ആന്റണിയും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചിരുന്ന ആ ഓണക്കാലം. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കാൻ മാത്രം മതത്തിന് എങ്ങനെ കഴിയണം? ഒരു മൈലാഞ്ചി കൊമ്പ് പോലെ നമ്മളും പരസ്പരം ചേർന്ന് നിൽക്കട്ടെ. ഒരാളുടെ കയ്യിലെ നിറം മറ്റൊരാളുടെ മനസ്സിലും പടരട്ടെ. കൊടുക്കടാ. എന്താടാ കാണിക്കണ? ഏത് നേരം അടിയാ. അച്ഛനും കണക്കാ മക്കളും കണക്കാ. നിങ്ങളുടെ ഏതൊരു ഒരു എഴുത്തും കുത്തും. നിങ്ങൾ എന്താ ചെയ്തോ, ഞാൻ പോവല്ലേ പാട്ടിന്. അതെ, എഴുത്തോണ്ടൊന്നും വയറെന്നറിയില്ല. നിങ്ങളായി നിങ്ങളുടെ മക്കളായി. എനിക്കുണ്ട് എൻ്റെ വീട്ടിലെ ആങ്ങളാരൊക്കെ. മാമ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ഇട്ടില്ല. ചെലവെന്താ വെച്ചാൽ മാമ എടുത്തോളൂ. ഞാൻ ഗൂഗിൾ പേ ചെയ്തുതരാം. അപ്പോ അവിടെ അടക്കം കഴിയാറാടാ. ഉമ്മൻ പോയി കുളിച്ചിട്ട് ശരി. മാമാ, ഞാൻ ചടങ്ങിന് വന്നതല്ല, ഇതിന് വന്നതാ. കിട്ടേണ്ടതെല്ലാം കിട്ടി എനിക്ക്. ഇതെൻ്റെ പേരിലാണോ അമ്മൂൻ്റെ പേരിലോ എന്ന് അറിയാൻ വേണ്ടി വന്നു. ബാക്കി ചടങ്ങ് മാമൻ ചെയ്യും. എടാ, അന്യ എൻ്റെ പെങ്ങളെയൊക്കെ എത്ര കഷ്ടപ്പെട്ട സഹദേവം വളർത്തിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ പോയാൽ അനക്ക് കുരുത്തം പൊരുത്തം ഉണ്ടാവില്ല കേട്ടോ. ആന്റണി, ഓൻ്റെ കഥാപുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഓൻ്റെ കബറിനടുത്ത് നമുക്കൊരു മൈലാഞ്ചി കൊമ്പാണ് കുത്തുക. അങ്ങനെങ്കിലും ഓൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. മതത്തിന്റെ അതിരുകൾക്കപ്പുറം ചില മനുഷ്യർ അയാളെ ചേർത്ത് പിടിച്ചു. മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത സഹദേവന് അന്യരെന്ന് കരുതിയവർ സ്വന്തം മക്കളായി. ഒടുവിൽ അയാൾ നമ്മളോട് പറഞ്ഞു പോയത് ഒരൊറ്റ കാര്യം: മതങ്ങളല്ല മനുഷ്യരെ ഒന്നിപ്പിക്കുന്നത്, സ്നേഹമാണ്.